ഓർത്തോ സെന്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വശത്തിനും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ പെർപെൻഡിക്കുലർ എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഒരു ട്രയാങ്കിൾ വരച്ചു. ഫ്രം ഈച്ച് കോർണർ, അല്ലെങ്കിൽ നമ്മൾ കോർണറിനെ വിളിക്കുന്നതാണ് വെർട്ടെക്സ്. സോ ഫ്രം ഈച്ച് വെർട്ടെക്സ് ഫ്രം ഈച്ച് കോർണർ ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. സോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. സോ ഈ പോയിന്റ് ആണ്, ഇതിന്റെ പേരാണ് സോ ഈ ഓർത്തോ സെന്റർ ഇപ്പൊ നമുക്ക് കിട്ടി. ഓർത്തോ എന്ന വാക്കിനർത്ഥം 90 ഡിഗ്രി എന്നാണ്. സോ ഓർത്തോ സെന്റർ 90 ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ഒന്നാമത് ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അതാണ് അക്യൂട്ട് ട്രയാങ്കിൾ. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു ആംഗിൾ എങ്കിലും 90 ഡിഗ്രിയിൽ കൂടുതലായാൽ അതാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഇനി അക്യൂട്ട് ട്രയാങ്കിൾ ഓർത്തോ സെന്റർ ട്രയാങ്കിളിനകത്തായിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിന്റെ റൈറ്റ് ആംഗിൾ വരുന്ന മൂല്യം ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ഓർത്തോ സെന്റർ. ഇനി ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിന് പുറത്തായിരിക്കും ഓർത്തോ സെന്റർ വരുന്നത്, പാരലൽ ടു കർണം അഥവാ പാരലൽ ടു ഹൈപ്പോട്ടനസ്, അതായിരിക്കും സംഭവിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വെർട്ടെക്സിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു, അടുത്ത വെർട്ടെക്സിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു, അടുത്ത വെർട്ടെക്സിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. കണ്ടുപിടിച്ച് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. നമ്മൾ മീഡിയയിൽ പറഞ്ഞ കാര്യമുണ്ട്, എന്താണ് സെൻട്രോയിഡ്. വെർട്ടെക്സിൽ നിന്നും സെൻട്രോയിഡ് വരെ 2ഉം സെൻട്രോയിഡ് ടു ലൈനിലോട്ട് 1ഉം ആണ് റേഷ്യോ. ഇവിടെ അങ്ങനെ റേഷ്യോ ഇല്ല. ഇവരെ റേഷ്യോയുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. AO ഇൻറ്റു OD എന്ന് പറയുന്നത് തന്നെയായിരിക്കും BO ഇൻറ്റു OE, അത് തന്നെയായിരിക്കും FO ഇൻറ്റു OC. ദിസ് ഇസ് ദ ഫസ്റ്റ് റിലേഷൻ. രണ്ടാമത്തെ കേസ് ABC. ഈ ട്രയാങ്കിളിന്റെ വരച്ചു, എല്ലാത്തിലും പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ആയിട്ടുള്ള ഓർത്തോ സെന്റർ കിട്ടും. ഓർത്തോ സെന്റർ നമ്മൾ O എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഓർത്തോ സെന്ററുമായിട്ട് ഈ രണ്ട് ആംഗിൾസ് അല്ലെങ്കിൽ ഈ രണ്ട് മൂല, അല്ലെങ്കിൽ BC എന്ന് പറയുന്ന മൂല ഇങ്ങനെ ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ AC എന്ന മൂല ഇങ്ങനെ ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ AB എന്ന മൂല ഉണ്ടാക്കുന്നതോ. സോ ആയാലും ഓർത്തോ സെന്ററുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു, മേളിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ആംഗിളുടെയും സം എന്തായിരിക്കും? 180 ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ആംഗിൾ BOC പ്ലസ് ആംഗിൾ A വിച്ച് ഇസ് ഈക്വൽ ടു 180 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓർത്തോ സെന്ററിന്റെ അടുത്തുണ്ടാക്കുന്ന ആംഗിളും തൊട്ട് മേളത്തെ ആംഗിളും നമ്മുടെ സം 180 ആയിരിക്കും. ഇക്വലാറ്റർ ട്രയാങ്കിളിനെ കുറിച്ച് സംസാരിക്കാം. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഓർത്തോ സെന്ററിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓർത്തോ സെന്ററും അതിനൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ രണ്ട് പഠിച്ചു. ഇപ്പൊ എന്ത് പഠിച്ച് നിർത്തിയിരിക്കുന്നത്? ഓർത്തോ സെന്റർ. തൊട്ട് മുന്നേ പഠിച്ചത് സെൻട്രോയിഡ്. ഓർത്തോ സെന്ററും സെൻട്രോയിഡൊക്കെ സെയിം പോയിന്റ് ആണ്. പിന്നെ നമുക്കറിയാലോ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഇല്ല, ഹൈറ്റ് തന്നെ ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അത് തന്നെ ആയിരിക്കും അതിന്റെ മീഡിയൻ, അതിന്റെ ആംഗിൾ ബൈസെക്ടർ ആണ്. ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ഇക്വലാറ്റർ ട്രയാങ്കിൾ അതുപോലെ പഠിക്കാം. ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് അറിയാലോ, ഐസോസെലസ് ട്രയാങ്കിൾ എടുത്തു, അതിന്റെ ഈ രണ്ട് വശവും അപ്പോൾ സെയിം ആയിരിക്കുമല്ലോ. ഇത് അൺഈക്വൽ സൈഡ്, ഇത് അൺഈക്വൽ വെർട്ടെക്സ്. സോ ഇതിന്റെ ഈ ഒരു വശത്തിന്റെ ഈ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചു, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെർട്ടെക്സിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെയും വരച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ ഒരു ലൈനിന്റെ അൺഈക്വൽ സൈഡിൽ നിന്നും അൺഈക്വൽ വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്ന വര ഒരു പെർപെൻഡിക്കുലർ ആണ്, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്, ഒരു മീഡിയൻ ആണ്. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ. ഈ രണ്ട് പെർപെൻഡിക്കുലർ നേരത്തെ പറഞ്ഞ മീഡിയനെ പോലെ മീഡിയൻ ഈ രണ്ട് വശങ്ങൾക്ക് വരയ്ക്കുന്ന മീഡിയൻ സെയിം അല്ലേ, അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങൾക്കും വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ പടം ഫുൾ വരച്ചാൽ ഇതിനെ നമുക്കിപ്പം ABE അത് തന്നെ ആയിരിക്കും എന്താ FC, കാരണം അതുകൊണ്ട് സെയിം ആയിരിക്കും. ഇത് ആർക്ക് സെയിം അല്ല, ADക്ക് സെയിം അല്ല. അൺഈക്വൽ സൈഡിൽ നിന്നും അൺഈക്വൽ വെർട്ടെക്സിലോട്ട് വരയ്ക്കുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീഡിയൻ, ആ പ്രത്യേകത ഉള്ള ആ വര, അത് ബാക്കി രണ്ടെണ്ണത്തിന്റെയും നോടും ഈക്വൽ അല്ല. സെന്റർ നമ്മൾ വരച്ച് ഓർത്തോ സെന്റർ നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ സെൻട്രോയിഡ് വരച്ച് കഴിഞ്ഞാൽ ഇതേ ലൈനിൽ തന്നെ കിട്ടും. ഓക്കെ, അതായത് സെൻട്രോയിഡ് ഓർത്തോ സെന്ററും സെയിം ലൈനിലാണ്, കൊളീനിയർ ആണ്, പക്ഷേ എന്തല്ല സെയിം അല്ല, സെയിം ആവുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ മാത്രമാണ്. ഇതിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ മാത്രം വരച്ചു വെച്ചു. സോ ഒരു പെർപെൻഡിക്കുലറിലെ ഈ പെർപെൻഡിക്കുലറിന്റെ നീളത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് AD ഇൻറ്റു DCക്ക് തുല്യമായിരിക്കും. AD ഇൻറ്റു DCക്ക് തുല്യമായിരിക്കും. സോ AD ഇൻറ്റു DC ആണ് ഇതിന്റെ സ്ക്വയർ. സോ ആ പെർപെൻഡിക്കുലറിന്റെ ആ ഒരു 90 ഡിഗ്രി വരുന്ന ആ ഒരു വെർട്ടെക്സിൽ നിന്നും മെറ്റേ സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ നീളത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ വശം ഇൻറ്റു ഈ വശം. പെർപെൻഡിക്കുലർ വരച്ചു, A, B, C, D സെയിം പടം. സോ അപ്പോൾ പറഞ്ഞ ഈ പെർപെൻഡിക്കുലർ ഇൻറ്റു അതിന്റെ ഹൈപ്പോട്ടനൂസ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ പെർപെൻഡിക്കുലർ നീളം ഇൻറ്റു ഫുൾ ഹൈപ്പോട്ടനൂസ് വിച്ച് ഇസ് ഈക്വൽ ടു AB ഇൻറ്റു BC. സോ AB ഇൻറ്റു BC, അതായത് പാദം ഇൻറ്റു ലംബം എന്ന് പറയുന്നത് കർണം ഇൻറ്റു ആ പെർപെൻഡിക്കുലർ നീളം, ഇതാണ് D. സോ AB സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ എന്ന് വെച്ചാൽ കർണത്തിനുള്ള അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഏതാ? AD അല്ലേ. സോ AD ഇൻറ്റു കർണം. സോ ഇനി BCയുടെ സ്ക്വയർ എന്താണെന്ന് വെച്ചാൽ BCക്ക് കർണത്തിലുള്ള എക്സ്റ്റൻഷൻ ഏതാ? DC അല്ലേ. സോ DC ഇൻറ്റു കർണം. ഓക്കെ, അത് പഠിച്ചു വയ്ക്കാം. 1/BD സ്ക്വയർ എന്ന് പറയുന്നത് 1/BC സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് 1/ ലംബം സ്ക്വയർ ആയിരിക്കും. അതായത് ഈ പറഞ്ഞ ഈ പെർപെൻഡിക്കുലറിന്റെ നീളത്തിന്റെ റെസിപ്രോക്കൽ ഇങ്ങനെ നോക്കി വയ്ക്കുക, അത് 1/ പാദം 1/ ലംബം.